കൂടി പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ സഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് അറിയിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന് കത്ത് നൽകിയിരുന്നു. ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ളത് കേരളത്തിന്റെ പ്രതിനിധിയെ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രത്യേക പാക്കേജുകളൊന്നും അനുവദിക്കാനുള്ള സാധ്യതയുമില്ല. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ പറയുന്നത് പുനരധിവാസത്തിനുള്ള ഫണ്ട് കേരളത്തിന്റെ പക്കൽ ഇതിനോടകം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ കോടതിയിൽ ഇന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുമായിരിക്കും, അല്ലേ? ഇതിൽ ഇന്ന് ഈ രീതിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ കോടതി ഇത് സംബന്ധിച്ച കൃത്യമായൊരു നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറി അടക്കം നിയോഗിച്ചുകൊണ്ട് ഇതിൽ എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, അതിൽ ഏത് രീതിയിലൊരു ധനസഹായം, നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദാംശങ്ങളടക്കം തേടിയിരുന്നു. അതിൽ കൃത്യമായ രീതിയിലൊരു മാതൃക അവതരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കാരണം അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ വലുതാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകണമെന്ന് പല രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതിയിലേക്ക് കേസ് പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിരുന്നത് അതിൽ കൃത്യമായ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകും. എന്താണ് അതിൽ പറയാനുള്ളത്, അതിൽ ചെയ്യാനുള്ളത് എന്നതൊരു കാര്യം അത് സംബന്ധിച്ച അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ വിശദമാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും അത് നൽകാമെന്ന് തന്നെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് എന്ത് ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നു, ഏത് രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതെല്ലാം തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയെ തന്നെ കെ.വി. തോമസിന് തന്നെ ഇക്കാര്യം അറിയിച്ചൊരു സാഹചര്യം ഉണ്ട്. അതുകൂടി നമ്മൾ മുന്നിൽ കാണാം. അപ്പോൾ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിച്ചില്ല എങ്കിൽ അത് വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് തുടക്കം മുതൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ഒന്നാകെ തന്നെ ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. പക്ഷേ അതുണ്ടാകില്ല എന്ന് തീർത്തും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതുമാത്രവുമല്ല, അതിൽ ഈ NDRF, SDRF അതിൻ്റെ ഒരു മാനദണ്ഡ പ്രകാരം ഇത് ഈ രീതിയിൽ നിർവചിക്കാനാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇനി കേന്ദ്ര സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ഏത് രീതിയിലൊരു ധനസഹായം അടക്കം വിതരണം ചെയ്യണം എന്ന കാര്യത്തിലെല്ലാം ഇന്ന് ഇതിൽ കൃത്യമായൊരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ആഭ്യന്തര സഹമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിലായിട്ട് ഏതാണ്ട് 300 കോടിയിലധികം രൂപയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ AGയുടെ വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നത് ഇന്ന് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ സംസ്ഥാനം ഒന്നാകെ തന്നെ ഇതിൽ ഉറ്റുനോക്കുകയാണ്. ഇതിൽ എന്ത് ഇടപെടലാണ് ഇനി നടക്കാൻ പോകുന്നത്, ഏത് രീതിയിലുള്ളൊരു സഹായം അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നു, എന്താണ് കേന്ദ്രത്തിൻ്റെ വയനാട് പദ്ധതി എന്നതാണ് ഇനി അറിയേണ്ടത്. അത് കോടതിയിൽ നിന്ന് വിശദമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ പദ്ധതി എങ്ങനെയാണ് വയനാട് വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഡാനി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്. ആലപ്പുഴയ്ക്ക്